ചേട്ടാ, നിനക്കെന്താടി ഒരു വെപ്രാളം? അത് പരീക്ഷയുടെ കാര്യം പറയാനല്ല നിന്നെ വിളിപ്പിച്ചത്. പരീക്ഷയ്ക്ക് നീ നല്ല മാർക്ക് വാങ്ങി പാസ്സാകും എന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ മുമ്പൊക്കെ നിന്നെ ഞെട്ടിച്ചതുപോലെ ഇനി ഞെട്ടിക്കാൻ പാടില്ലല്ലോ. ഇന്ന് നീ എൻ്റെ കുഞ്ഞു പെങ്ങളൊന്നുമല്ല, വലിയ പെണ്ണായി. ചോദിക്കാനും പറയാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളുടെ പെണ്ണ്. രാഹുലിനെ നിനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ നാട്ടിലേക്ക് വരുന്നത് നിന്റെ കല്യാണത്തിൻ്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരിക്കും. അന്ന് ഇത്ര സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ചിന്നു, മണവാട്ടിയായി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വർണ്ണാഭരണങ്ങളും പട്ടുസാരിയും അണിഞ്ഞ് മനോഹരമായ ഒരു ശരീരം മാത്രമായിട്ടല്ല പുറത്തിറങ്ങേണ്ടത്. അതെല്ലാം പുറംകാഴ്ചകളാണ്. നന്മകളുടെ ചിന്തകൾ കൊണ്ട് സമൃദ്ധവും സമ്പന്നവുമായ ഒരു മനസ്സുകൂടി കല്യാണത്തിന് മുമ്പ് നീ ഒരുക്കി വെക്കണം. യഥാർത്ഥത്തിൽ അതാണ് നിന്റെ അലങ്കാരവും സൗന്ദര്യവും. ആഭരണങ്ങളും പട്ടുസാരിയും അഴിച്ചു വെച്ചാലും പ്രകാശം പരത്തുന്ന നിന്റെ മനസ്സ്, അത് നിന്നെ കൂടുതൽ സുന്ദരിയാക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ചിന്നുവിന് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഞാൻ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞു തരാം. കല്യാണം കഴിയുന്നതോടുകൂടി നീ രാഹുലിൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത്, രാഹുലിൻ്റെ കുടുംബത്തിലേക്ക് കൂടിയാണ്. എന്ന് വെച്ചാൽ രാഹുലിൻ്റെ കുടുംബ ജീവിതത്തിലേക്കാണ്. അവൻ്റെ അമ്മ, അച്ഛൻ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, അവരുടെ മക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ തുടങ്ങി രാഹുലിന് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായി ആരൊക്കെയുണ്ടോ അവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാവുമ്പോഴേ രാഹുലിന് നീ പ്രിയപ്പെട്ടവളാവുകയുള്ളൂ. അതുകൊണ്ട് ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതാക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ നീ ചെയ്യണം. പറ്റുമോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നീ എന്തൊക്കെ ചെയ്തിട്ടാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ പോകുന്നത്? പറയ്, കേൾക്കട്ടെ. രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, ഭർത്താവിനെയും വീട്ടുകാരെയൊക്കെ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ചിന്നു, പരമ്പരാഗതമായി പെൺകുട്ടികളെ അമ്മമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നീയും പറഞ്ഞത്. നീ പറഞ്ഞ പോലെ വീട്ടിലെ അടിച്ചുവാരലും അലക്കലും തുടക്കലും ഭക്ഷണമുണ്ടാക്കലും ഭംഗിയായി ചെയ്തു പോന്നവളാണ് നിന്റെ ചേച്ചി. ഇപ്പൊ അവളുടെ അവസ്ഥ എന്താ? അല്ലെങ്കിലും ഈ പറഞ്ഞ പണികളൊക്കെ പുരുഷന്മാരും ചെയ്യുന്നില്ലേ? അപ്പൊ കുടുംബത്തിലെ സന്തോഷം അതിലാണോ ഉള്ളത്? അങ്ങനെയായിരുന്നെങ്കിൽ ചേച്ചി ഇവിടെ ഒന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ വീട്ടുജോലികൾക്കപ്പുറം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ് കാര്യം. ഒരു ഭർത്താവ് ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ ചിന്നുവിന്? ബെഡ്റൂമിലെ കരച്ചിൽ. മിക്ക ഭാര്യമാരുടെയും വൃത്തികെട്ട ഒരു സ്വഭാവമാണിത്. സ്നേഹം പിടിച്ചു വാങ്ങാനും വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാനും വേണ്ടി പുറത്തെടുക്കുന്ന ഒരായുധമാണ് ബെഡ്റൂമിലെ രാത്രിയുള്ള കരച്ചിൽ. ഇതിനേക്കാൾ അസഹനീയമായ ഒരു സംഗതി ഭർത്താവിനില്ല. അല്ലെങ്കിൽ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയേണ്ടത്? നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ കരയാം. ശരീരത്തിൽ എവിടെയെങ്കിലും കടുത്ത വേദനയുണ്ടെങ്കിലും കരയാം. സന്തോഷം വന്നാൽ കരയാം. അല്ലാതെ എന്തിനാ കരയേണ്ട ആവശ്യം? വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ? അങ്ങനെ സാധിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? കരഞ്ഞിട്ടും കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പല ഭാര്യമാരും എടുക്കുന്ന രണ്ടാമത്തെ അടവാണ് ആത്മഹത്യാ ഭീഷണി. തൂങ്ങിച്ചാവും, ട്രെയിനിന് തലവെക്കും, വിഷം കുടിക്കും, കിണറിൽ ചാടും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വിരട്ടുന്ന ഭാര്യമാരാണ് അധികവും. ഭർത്താവിന് ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടുമെന്നല്ലാതെ ആത്മഹത്യാ ഭീഷണി അവൾക്കൊന്നും നേടിക്കൊടുക്കുന്നില്ല. ചിന്നുമോളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞാനീ പറഞ്ഞ 2 കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വാക്ക് തരാമോ ഈ ഏട്ടന്? നല്ല കുട്ടി,
നിന്റെ ജീവിതത്തിലെ പകുതി സന്തോഷം അതോടുകൂടി തന്നെ ഉറപ്പായി. എന്നാലും ഏട്ടാ, ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് കരഞ്ഞു പോവില്ലേ? ഭർത്താവിന് ബോധ്യപ്പെടുന്ന ഒരു കാരണമുണ്ടെങ്കിൽ കരയാം. വല്ലപ്പോഴും സംഭവിക്കുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത്. അനിഷ്ടകരമായത് ആവർത്തിക്കരുതെന്നാണ്. ആവർത്തനങ്ങൾ വിരസവും അരോചകവുമായിരിക്കും. നീ പലപ്പോഴും പത്രത്തിൽ വായിക്കാറില്ലേ? ബെഡ്റൂമിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്തു കൊന്നു, ഭാര്യയെ ബെഡിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, ബെഡ്റൂമിൽ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി തുടങ്ങിയ വാർത്തകൾ. എന്നിട്ട് ഭർത്താവ് പോലീസിൽ കീഴടങ്ങുന്നു. ഇത്തരം കേസുകളിൽ ബഹുഭൂരിപക്ഷം ഭാര്യമാരും ഞാൻ നേരത്തെ പറഞ്ഞ ഭർത്താവിന് ഒരു സ്വൈരവും കൊടുക്കാത്തവരാണെന്നാണ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ദാമ്പത്യ ജീവിതത്തേക്കാൾ നല്ലത് ജയിലാണെന്ന് തോന്നിപ്പോകുന്ന അവസരത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിന്നു, ഇക്കാലത്ത് ദമ്പതികൾക്കിടയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? സംശയരോഗം. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും സംശയം. ആരാ വില്ലൻ? മൊബൈൽ ഫോണും ഇന്റർനെറ്റും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പത്രങ്ങളിലും ടിവിയിലും വരുന്ന വാർത്തകൾ കണ്ടും കേട്ടും എല്ലാവരും സംശയത്തിന്റെ വലയിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം വഞ്ചിക്കുന്നവരല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. പക്ഷേ അധിക ഭാര്യമാരും ഇത് മനസ്സിലാക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഭർത്താവിന്റെ മൊബൈൽ ഫോൺ കോളുകളും മെസ്സേജുകളും രഹസ്യമായി പരിശോധിക്കുകയും അയാളുടെ ഫോൺ സംഭാഷണങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയും ചെയ്യുന്നത് മിക്ക ഭാര്യമാരുടെയും ഒരു രോഗമാണ്. ഏട്ടനൊരു കോൾ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തപ്പോഴേക്കും കട്ടായിപ്പോയി. ഞാനേ ഒന്ന് കടയിൽ പോയി വരാം. ഹലോ, ലക്ഷ്മിയല്ലേ? അതെ. നിനക്കെന്താടി എന്റെ ഭർത്താവായിട്ടുള്ള ബന്ധം? കണ്ട അവളുമാരൊക്കെ ഇറങ്ങിക്കോളും. മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിലെ ആണുങ്ങളെ പിഴപ്പിക്കാൻ. ഇതാരാ? ഞാൻ മനുവേട്ടന്റെ ഭാര്യയാ. അതിന് ചേച്ചി ഞാൻ. ആരെടി നിന്റെ ചേച്ചി? ഇനി മേലാലേട്ടന്റെ ഫോണിലേക്ക് വിളിച്ച എന്റെ തനി സ്വരൂപം നീ കാണും. വൃത്തികെട്ടവളെ, വെച്ചിട്ട് പോടി അവിടുന്ന്. ഹലോ, ലക്ഷ്മി ചേച്ചി വിളിച്ചിരുന്നു അല്ലേ? ഞാൻ ബസ്സിലായിരുന്നു. എന്തായിരുന്നു കാര്യം? ചേട്ടന് അസുഖം കൂടുതലോ മറ്റോ? രാവിലെ കുറേ ഛർദിച്ചു, വല്ലാത്ത ക്ഷീണവും തളർച്ചയുണ്ട്. ആരും ഇതിലെത്തിയില്ലേ? ഇല്ല സാറേ. ഞാൻ പാലിയേറ്റീവിന്റെ വളണ്ടിയേഴ്സിനെ വിളിച്ച് പറഞ്ഞതാണല്ലോ. അവരാരും എത്തിയിട്ടില്ല. അസുഖം കൂടുതലായത് അവരറിഞ്ഞു കാണില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഫ്രീയാ. ഞാൻ അവരെയും കൂട്ടി ഉടനെ അങ്ങോട്ട് വരാം. വേണ്ട സാറേ, ഇങ്ങോട്ട് വരികയും വേണ്ട വിളിക്കുകയും വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല, സാറിന്റെ ഭാര്യ എന്നെ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞ്. ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്തത്? അത്യാവശ്യ കാര്യങ്ങൾ പോലും ഭാര്യ കേൾക്കാതെ വിളിക്കേണ്ട ഗതികേടിലാണ് മിക്ക ഭർത്താക്കന്മാരും. മാത്രമല്ല, ഭാര്യമാർ ഇത്തരം സ്വഭാവക്കാരാണെങ്കിൽ ഭർത്താക്കന്മാർ ഒരുപാട് കളവ് പറയാൻ നിർബന്ധിതരാവാറുണ്ട്. അതുകൊണ്ട്
ചിന്നുവിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. രാഹുൽ നല്ലവനാണ്. ചീത്ത സ്വഭാവങ്ങളോ ചീത്ത കൂട്ടുകെട്ടുകളോ ഇല്ലാത്തവനാണ്. നീയാണെങ്കിൽ വളരെ നല്ല കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ സംശയം ഒരു രോഗമായി മാറരുത്. രാഹുൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. വിവിധ മേഖലകളിൽ ബന്ധങ്ങളുള്ള ആൾ എന്ന നിലക്ക് സ്ത്രീകളും പുരുഷന്മാരും അവന് ഫോൺ ചെയ്തെന്നിരിക്കും. ഫോണിൽ സ്ത്രീകളുടെ നമ്പരും പേരുമുണ്ടാകും. ഇതൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് വിധി എഴുതാതെ വിശാല മനസ്സ് കാണിക്കണം ഭർത്താവിനോട്. ഏട്ടാ, ഫോൺ. ആരടി? രാധിക എന്നാ കാണണേ. ആ, അങ്ങോട്ട് വിളിക്കാന്ന് പറ. ഹലോ. ആ, അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞുട്ടോ. ഓക്കെ. ഭാര്യയ്ക്ക് തന്നെ വിശ്വാസമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഭർത്താവ് പിന്നെ ഒന്നും മറച്ചു വയ്ക്കില്ല, കളവ് പറയില്ല. അതിനൊക്കെ പുറമെ ഒരിക്കലും ഭാര്യയെ വഞ്ചിക്കില്ല. ചിന്നുവിന് ബോറടിക്കുന്നുണ്ടോ? ഇല്ലേട്ടാ, പുതിയ പുതിയ അറിവുകളാണ് ഏട്ടൻ പറഞ്ഞു തരുന്നത്. ഇനിയും പറഞ്ഞോളൂ. ഒരു വ്യക്തിയുടെ കുഴപ്പം ആരംഭിക്കുന്നത് എവിടുന്നാണെന്ന് അറിയോ ചിന്നുവിന്? ആ വ്യക്തിയുടെ നാവിൽ നിന്നാ. നാവ് നന്നായാൽ ലോകം നന്നായി എന്നൊരു ചൊല്ലുണ്ട്. ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം വൃത്തികെട്ട കുറെ നാവുകളാണ്. ഇനിയൊരു കുടുംബമെടുത്താൽ ആ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീകളുടെ നാവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്നുമോളെ, മോളുടെ സംസാരം ഏറ്റവും നല്ല ഭാഷയിലായിരിക്കണം. എന്നുവെച്ചാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ക്ഷമയോടും സഹിഷ്ണുതയോടും വിട്ടുവീഴ്ചയോടും കൂടി സംസാരിച്ച് ശീലിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയോട് പറയുന്നു, ആ സുമേ, ഓ, എന്തേട്ടാ? കുറച്ച് ദിവസമായി വിചാരിക്കുന്നു നമുക്ക് പുറത്തുനിന്ന് ചുറ്റാൻ പോണെന്ന്. ഇന്ന് അതിന് പറ്റിയൊരു ദിവസാ. അപ്പോ 5 മണിയാകുമ്പോൾ റെഡിയായി നിന്നോ. ആ, നമുക്ക് ബീച്ചിൽ പോവാം. എന്താ? ഓക്കെ. മനസ്സിൽ കുറെ സ്വപ്നങ്ങളുമായി 5 മണിക്ക് മുമ്പ് തന്നെ അവൾ ഒരുങ്ങി നിൽക്കുന്നു. പക്ഷേ രാത്രിയാണ് ഭർത്താവ് കയറി വരുന്നത്. സുമേ, വെരി സോറി. 5 മണിക്ക് പുറപ്പെടാൻ പാകത്തിന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. പ്രതീക്ഷിക്കാം. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ശേഷം എന്നെ കുറ്റപ്പെടുത്ത്. അയ്യോ, എനിക്കൊന്നും പറയാനില്ലേ. ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ, അത് മതി. സുമേ, നാളെ തീർച്ചയായും നമുക്ക് ബീച്ചിൽ പോകാം. ഞാൻ ഇനി എങ്ങോട്ടുമില്ല. എന്നെ വിട്ടേക്ക്. എന്നെ കുഴിയിലേക്ക് എടുക്കുന്നവരെ ഞാൻ ഇവിടെ കിടന്ന് നരകിച്ചോളാം. എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ ശ്രമിക്കുന്നു. അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ലേ ഭാര്യ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ പെരുമാറുന്ന ഭാര്യയോട് ഭർത്താവിന്റെ നിലപാട് എന്തായിരിക്കും? മുൻകൂട്ടി ഒന്നും പറയില്ല. അവളെയും കൂട്ടിയുള്ള യാത്രകൾ ഇഷ്ടപ്പെടില്ല. എന്തിനധികം അവൾ വീട്ടിലുണ്ടാകുന്നത് തന്നെ വെറുപ്പായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചീത്ത നാവ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രയോഗിക്കേണ്ട ഭാഷ എങ്ങനെയായിരിക്കണം? ഹായ്, സുഖല്ലേ? പിന്നെ ക്ഷീണിതനായി കയറി വരുന്ന ഭർത്താവിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക. അതെ, അക്കൗണ്ട് ഡെയിലി 4 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ ഓഫീസിലേക്ക് വന്നോ. ആ, കുഴപ്പമില്ല, നാളെ തന്നെ എത്തിക്കോളൂ. ശരി, ഓക്കെ. അയാൾക്ക് ഫ്രീ ആയി സംസാരിക്കാൻ മൂഡ് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇന്ന് പുതിയ ഡ്രസ്സിലാണല്ലോ. ബർത്ത്ഡേ മറ്റോ ആണോ? ഇപ്പോ സമയം എന്തായി?
7:30 മണിയായി. ഇന്ന് 5 മണിക്ക് റെഡിയായി നിൽക്കാൻ എന്നോടൊരാള് പറഞ്ഞിരുന്നു. ഷോ, ഞാൻ ആ കാര്യം മറന്നു. വൈകിയതിന് അയാൾക്ക് ബോധിപ്പിക്കാനുള്ള കാരണങ്ങൾ ക്ഷമയോടെ കേൾക്കുക. കാരണങ്ങൾ നിസ്സാരമായിരിക്കാം, എങ്കിലും നല്ല മനസ്സോടെ അഡ്ജസ്റ്റ് ചെയ്യുക. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നു ചിന്നു. ഏട്ടൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് വെച്ചു. ഷേ, കഷ്ടായിപ്പോയി. ഇല്ല ഏട്ടാ, കടലും ബീച്ചും അവിടെ തന്നെ ഉണ്ടാവും, എപ്പോ വേണമെങ്കിലും പോവാലോ. ചിന്നു, നാളെ ഹാഫ് ഡേ ലീവ് എടുക്കാൻ പോവാ ഞാൻ. നമ്മൾ ബീച്ചിലും പോവും, സിനിമയ്ക്കും പോവും. ഓക്കേ? ഓക്കേ. ഇതാണ് ചിന്നു ഞാൻ പറഞ്ഞ നല്ല ഭാഷ. ഒരു യാത്ര മുടങ്ങിയിട്ടുണ്ടെങ്കിൽ 100 യാത്രകൾ ആ ഭാര്യയ്ക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കും. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിഷയങ്ങളാണ് ചിന്നു യഥാർത്ഥത്തിൽ മിക്ക കുടുംബങ്ങളിലും വലിയ വഴക്കായി മാറുന്നത്. അതുകൊണ്ട് മോളെ, ഈ ഏട്ടന് വീണ്ടും പറയാനുള്ളത്, നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിന്റെ ദാമ്പത്യ ജീവിതം ഒരു പൂന്തോട്ടമാക്കണമെന്നാണ്. അതിനുവേണ്ടി ഈ ഏട്ടനുണ്ടാകും മോളുടെ കൂടെ എന്നും. ആ ചിന്നു, ഉം. കഴിഞ്ഞ ദിവസം ചിന്നു എന്നോട് ആവശ്യപ്പെട്ട 1-ാം സമ്മാനം ഉണ്ടല്ലോ, ആ അത് സാധിപ്പിച്ചു തരാൻ ഈ ഏട്ടൻ കഴിയില്ല. കാരണം സ്വർണമാണെന്ന് കരുതി നാം വാങ്ങിയ ആഭരണം മുക്കുപണ്ടമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആരായാലും മടക്കി കൊടുക്കും. പിന്നീട് ഒരിക്കലും അത് തിരിച്ചെടുക്കില്ല. ചിന്നു, ഏട്ടാ, ചിന്നമോള് ധിക്കാരം പറയാന്ന് തോന്നരുത്. എന്റെ ചേച്ചിക്ക് ജീവിതത്തിൽ സന്തോഷത്തിന് വകയില്ലെങ്കിൽ പിന്നെ ചിന്നമോക്ക് കല്യാണം വേണ്ട. ചിന്നു, ഏട്ടൻ പറഞ്ഞതാ ശരി. ഞാൻ വേറൊരു മുക്കുപണ്ട. അതിന്റെ തിളക്കവും മൂല്യവും വാങ്ങിയ ഉടനെ തന്നെ പോയി. വാങ്ങിയ ആൾ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് വേണ്ടി ചിന്നുവിന് കൈവന്ന സൗഭാഗ്യം തട്ടിക്കളയരുത്. സുമേ, അങ്ങനെയല്ല ഏട്ടൻ പറഞ്ഞത്. ഈ ഏട്ടന്റെ 2 കണ്ണുകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഈ ഏട്ടനുമില്ല. അതുകൊണ്ട് ആരുടെ കാല് പിടിച്ചിട്ടായാലും നിന്നെ ഞാൻ എത്തിക്കും മനുവിന്റെ അടുത്ത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനൊരു ഏട്ടൻ?